എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മോർ ടേസ്റ്റ് ആൻഡ് ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫിൽഡായ വീറ്റ് ദോശയാണ്. ഇതിനാവശ്യമായ ചേരുവകൾ: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ക്രമീകരിക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ 3/4 ടീസ്പൂൺ എടുക്കാം. പിന്നെ ഉപ്പ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്. ഒരു സവാള ചോപ്പ് ചെയ്തു, ഒരു സവാള അരിഞ്ഞത്. ഇനി 1/4 കിലോ ചിക്കൻ ചെറിയ പീസാക്കിയത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് സവാളയും ഉപ്പുമിട്ട് നല്ല രീതിയിൽ വഴറ്റി 3-4 മിനിറ്റ് കഴിയുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായി വരും. നമ്മുടെ സവാള ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, ഇത് എല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം മസാല നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം മാത്രം ചിക്കൻ ചേർക്കുക. ഇനി ഒരു അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല, കാരണം ചിക്കനിൽ നിന്നും വെള്ളം നല്ലവണ്ണം ഊറി വരും. അടച്ചു വെക്കുക. ഒരു 3-4 മിനിറ്റ് വരെ ഞാൻ തുറന്നപ്പം കണ്ടോ വെള്ളം നല്ലോണം ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി, ഒരു മുട്ടയും ഞാനിവിടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. ഒരു 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തു. രണ്ടും കൂടെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ അടിച്ചെടുത്തത്. 1.5 ഗ്ലാസ് വെള്ളവും ആഡ് ചെയ്തിട്ടാണ് അടിച്ചെടുത്തത്. കണ്ടോ, ഇങ്ങനെ പതഞ്ഞ് നല്ല രീതിയിൽ വരും. ഇതിനിടയ്ക്കിടയ്ക്ക് ചിക്കൻ നോക്കണം. കണ്ടോ, വെള്ളമൊക്കെ ഊറി വന്ന വെള്ളമൊക്കെ ഏകദേശം വറ്റാറായി. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് ചെറിയ പീസായതുകൊണ്ട് 10-12 മിനിറ്റിനകം നല്ല രീതിയിൽ മൊരിഞ്ഞ് വരും. കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നി, ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തു. ഉപ്പ് ഇപ്പോഴാണ് ആഡ് ചെയ്തത്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ല റോസ്റ്റായി വരുന്നുണ്ട്. വെള്ളം മാറിയിട്ടുണ്ട്. ഞാൻ ആട്ടമാവാണ് യൂസ് ചെയ്തത്. ഇതാണ് ഗോതമ്പ് ദോശയുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഗോതമ്പ് ദോശ ചുടാൻ ആരംഭിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വളരെ നേരിയതായിട്ട് ഗോതമ്പ് ദോശ പരത്തിയെടുക്കുക. എന്നിട്ട് നെയ്യ് ആവശ്യമാണെങ്കിൽ മാത്രം നെയ്യൊന്ന് തടവുക. ഒരു 1/4 ടീസ്പൂൺ നെയ്യെടുത്ത് ഒന്ന് തടവി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഗോതമ്പ് ദോശകളെല്ലാം ചുട്ടെടുക്കാം. ഇതിനിടയിൽ ചിക്കനും നോക്കണം. എനിക്കിവിടെ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയിൽ കിട്ടിയിരിക്കുന്നത് 12 ഗോതമ്പ് ദോശയാണ്. അതുപോലെ തന്നെ 1/4 കിലോ, അതിന് വേണ്ടിയ മസാല 1/4 കിലോഗ്രാം ചിക്കനാണ്. കണ്ടോ, ആ ഗ്ലോസി ലുക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ നെയ്യ് തടവിയതുകൊണ്ടാണ്. ഇനി റോസ്റ്റായ ചിക്കൻ എല്ലാം എടുക്കുക. ഓരോ ഗോതമ്പ് ദോശയിലും ഫില്ല് ചെയ്ത് മടക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശ. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാകും. രണ്ടും ഒരേപോലെ ചെയ്താൽ മതി. രണ്ടും ഒരേ സമയം 2 അടുപ്പിലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റിനകം ഇത് റെഡിയായി കിട്ടും. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.